പല കാര്യങ്ങളും സ്വന്തമായി ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തെടുക്കും എന്ന് ആൾക്കാർ ഭയപ്പെടുന്നു. എനിക്ക് അവരോടെല്ലാം പറയാനുള്ള ഒറ്റ സംഗതി, ഇപ്പോൾ ഞങ്ങളെപ്പോലെ വിവാഹത്തിലോട്ട് കടക്കാത്ത അല്ലെങ്കിൽ ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? മോനെ, ജീവിതം എന്ന് പറയുന്നത് കുടുംബം ആയിട്ട് പോകുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് മറ്റു മനുഷ്യരില്ലാതെ ജീവിച്ചു പോകാൻ സാധിക്കില്ല. നമുക്ക് അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ മറ്റു മനുഷ്യർ വേണം. ആ മനുഷ്യരോട് നമുക്ക് ദൃഢമായ ബന്ധം വേണം. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന, കുടുംബ ബന്ധത്തിൻ്റെ വക്താവായി നിൽക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി, ഇത് വലിയ ഉത്തരവാദിത്തമാണല്ലോ, ഇത് ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഭയം ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. പല കാര്യങ്ങളും സ്വന്തമായി ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തെടുക്കും എന്ന് ആൾക്കാർ ഭയപ്പെടുന്നുണ്ട്. എനിക്ക് അവരോടെല്ലാം പറയാനുള്ള ഒറ്റ സംഗതിയേ ഉള്ളൂ. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം ഹസ്തങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീർച്ചത്. ഞാനിവിടെ ജനിച്ചത് എൻ്റെ മാത്രം ശ്രമം കൊണ്ടല്ല, പ്രകൃതി അനുവദിച്ചത് കൊണ്ടാണ് ഞാനിവിടെ ജനിച്ചത്. പ്രകൃതി അനുവദിക്കുന്നത് വരെ എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കും. ഞാനിവിടുത്തെ ജീവിതം നിർത്തി ഇവിടുന്ന് പോകേണ്ടതാണ്. ഒരു ചെറിയ കാലയളവിൽ ഞാനിവിടെ ഈ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ വസിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം എന്ന് പറയുന്ന ധാരാളം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ആവശ്യമായ വസ്തുവകകൾ വേണം. അത് ലഭിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം വേണം. ആ ഉപജീവന മാർഗം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവനം എനിക്കാവുന്നിടത്തോളം കാലം, അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ എത്ര വലുതായി, എത്ര കേമനായി, എത്രമാത്രം ആൾക്കാർ എന്നെ ആരാധിച്ചു, ഇതൊന്നും അവസാനം നോക്കുമ്പോൾ നമുക്ക് വിലയുണ്ടാവില്ല. നമുക്ക് വിലയുണ്ടാകുന്നത് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടോ, എനിക്ക് ഇടപെടാൻ എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ, അവരുടെ അത്യാവശ്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുമോ. ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ. ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാവരുടേതും സാധിച്ചു കൊടുക്കാൻ എല്ലായ്പ്പോഴും ഒരാൾക്കും സാധിച്ചെന്ന് വരില്ല. ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ട കാര്യങ്ങൾ നോക്കി. മനുഷ്യന് ഉള്ളിൽ നല്ല ഫീലിങ്ങുകൾ, നല്ല അനുഭവങ്ങൾ, സന്തോഷങ്ങൾ കിട്ടണമെങ്കിൽ മറ്റ് മനുഷ്യരോട് ഇടപെടാൻ ഞാൻ പഠിക്കണം. ഉചിതമായ വിധം അതിന് മറ്റു മനുഷ്യരെ ഞാൻ മനസ്സിലാക്കണം. അത് മറ്റ് മനുഷ്യരെ മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെയുള്ളവരെ സഹായിക്കാനാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സഹജീവികളുടെ സ്വഭാവ വിശേഷങ്ങൾ ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. നമുക്ക് മുമ്പുണ്ടായിരുന്ന സൈക്കോളജിസ്റ്റുകൾ എഴുതി വെച്ചിരുന്നതിലെ പ്രസക്തമായ, ഇന്നത്തെ കാലഘട്ടത്തിന് പ്രസക്തമായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് വായിക്കുക, മനസ്സിലാക്കുക, വശത്തിലാക്കുക, അത് പ്രയോഗിക്കാൻ വശത്തിലാക്കിയാൽ ultimately you want to be happy when you are living. Your life objective is not to become on the top of the world. Your life objective should be to remain contented and happy. This book will certainly help you.